എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 18ാമത്തെ നക്ഷത്രമാണ് തൃക്കേട്ട. വൃശ്ചികക്കൂറിലെ അവസാന നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. ജ്യേഷ്ഠ അഥവാ മൂത്തവൾ എന്നാണ് സംസ്കൃതത്തിൽ ഈ നക്ഷത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും ഒന്നാമതെത്താൻ ആഗ്രഹിക്കുന്ന നേതൃപാടവമുള്ള വ്യക്തിത്വങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടേത്. നിങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഈ നക്ഷത്രക്കാരാണോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണണം. കാരണം പുറമേ നിന്ന് കഠിനമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹത്തിൻ്റെ വൻകടലൊക്കെ ഒളിപ്പിച്ച തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്നും അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെ, അവരുടെ തൊഴിൽ, കുടുംബജീവിതം എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. തൃക്കേട്ട നക്ഷത്രക്കാരുടെ സ്വഭാവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ നക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ ചില അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികൻ രാശിയിലാണ് തൃക്കേട്ട നക്ഷത്രം വരുന്നത്. ബുധനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. വൃശ്ചിക രാശിയുടെ നാഥൻ ചൊവ്വയാണ്. ദേവേന്ദ്രനാണ് തൃക്കേട്ടയുടെ അധീന ദേവത. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൊവ്വയുടെ രാശിയിൽ ബുധൻ്റെ നക്ഷത്രമാണ്. ചൊവ്വ നൽകുന്ന ധൈര്യവും വീര്യവും ബുധൻ നൽകുന്ന ബുദ്ധിശക്തിയും അതുപോലെ തന്ത്രജ്ഞതയും ഒരുപോലെ സമ്മേളിക്കുന്ന ഒരു അപൂർവ നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഇവരെ അത്ര എളുപ്പത്തിൽ ആർക്കും തോൽപ്പിക്കാനും കഴിയില്ല. ഇനി ഇവരുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മവിശ്വാസവും നേതൃപാടവും. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും അചഞ്ചലമായ ആത്മവിശ്വാസം ഉള്ളവരുമായിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതുപോലെ മൂർച്ചയേറിയ ബുദ്ധിയും സംസാരശേഷിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ബുധൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇവർ നല്ല വാക്ചാതുര്യമൊക്കെ ഉള്ളവരായിരിക്കും. കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അല്പം കഠിനമായിട്ടൊക്കെ തോന്നാം. പക്ഷേ ഉള്ളിൽ കളങ്കമില്ലാത്തവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അതുപോലെ ആത്മാഭിമാനം ഉള്ളവരാണ്. ആത്മാഭിമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ആരോടും അനാവശ്യമായി തലകുനിക്കാൻ ഇവർക്ക് കഴിയില്ല. സ്വന്തം അധ്വാനമൊക്കെ കൊണ്ട് ഉയർച്ചയിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം തൃക്കേട്ട നക്ഷത്രക്കാരും. അതുപോലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരാണ്. വൃശ്ചിക രാശിയുടെ പൊതുവായ ഒരു ഗുണം ഇവരിലുണ്ട്. സ്വന്തം കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ പ്ലാനുകളോ ഒക്കെ ഇവർ പുറത്തു പറയാറില്ല. എന്നാൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. മനുഷ്യരാകുമ്പോൾ എല്ലാവർക്കും നല്ല വശങ്ങളും പോരായ്മകളും ഒക്കെ കാണുമല്ലോ. തൃക്കേട്ടക്കാരുടെ കാര്യത്തിലും അത് ബാധകമാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷിയുള്ളവരാണ് തൃക്കേട്ടക്കാർ. ജീവിതത്തിൽ എത്ര വലിയ തകർച്ച ഉണ്ടായാലും ഇവർ വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അതുപോലെ സഹായ മനസ്കത. തങ്ങളെ വിശ്വസിച്ച് അഭയം പ്രാപിക്കുന്നവരെ ഇവർ ഒരിക്കലും കൈവിടാറും ഇല്ല. അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇവർ തയ്യാറാകുന്നതുമാണ്. അതുപോലെ കുടുംബത്തോട് വളരെയധികം ഉത്തരവാദിത്തമുള്ളവരാണ്. കുടുംബത്തിനൊക്കെ വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഇവർ തയ്യാറുമാണ്. ഇനി നെഗറ്റീവ് വശങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരാണ്. ചൊവ്വയുടെ സ്വാധീനത്താൽ ഇവർക്ക് ദേഷ്യം വളരെ കൂടുതലായിരിക്കും. ദേഷ്യം വന്നാൽ പിന്നെ എന്ത് പറയുമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോ ഒന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അതുപോലെ അസൂയയും മത്സരബുദ്ധിയും. മറ്റുള്ളവർ തങ്ങളെക്കാൾ വളരുന്നത് കാണുമ്പോൾ ചെറിയൊരു അസൂയയോ അല്ലെങ്കിൽ മത്സരബുദ്ധിയോ ഒക്കെ ഇവരിൽ ഉടലെടുക്കാറുമുണ്ട്. ഞാനാണ് ജ്യേഷ്ഠൻ അഥവാ മൂത്തവൻ എന്ന ഭാവം ചിലപ്പോൾ ഇവരിൽ പ്രകടമാകുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അഹങ്കാരമായിട്ട് തോന്നിയേക്കാം. അതുപോലെ സംശയപ്രകൃതം. ഇവരാരെയും അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. എന്തിനേയും ഏതിനേയും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഇവരിൽ പലർക്കുമുണ്ട്. ഇനി ഇവരുടെ കരിയറും സാമ്പത്തിക സ്ഥിതിയൊക്കെയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ബുദ്ധിയും തന്ത്രവുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കേണ്ടി വരുന്ന മേഖലകളിൽ ഇവർ നല്ലവണ്ണം തിളങ്ങുന്നതാണ്. ഇവർക്ക് അനുയോജ്യമായ മേഖലകൾ, മാനേജ്മെൻറ്റ് മേഖല അനുയോജ്യമാണ്. അതുപോലെ പോലീസ്, മിലിറ്ററി, രാഷ്ട്രീയം,
ബിസിനസ്, അതുപോലെ വക്കീൽ ജോലി, ജേർണലിസം, കമ്പ്യൂട്ടർ, IT എന്നീ മേഖലകളിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ വളരെ കണക്കുകൂട്ടലുകളോടെയൊക്കെ ജീവിക്കുന്നവരാണ്. ചെറുപ്പകാലത്തൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാലും സ്വന്തം അധ്വാനമൊക്കെ കൊണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവർ നല്ലൊരു നിലയിലൊക്കെ എത്തിച്ചേരുന്നതാണ്. സമ്പാദിക്കുന്നതിൽ മാത്രമല്ല, അത് കൃത്യമായി നിക്ഷേപിക്കുന്നതിലും ഇവർ മിടുക്കരും ആയിരിക്കും. ഇനി ഇവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ കുടുംബത്തെ ജീവനായിട്ട് കാണുന്നവരാണ്. എന്നാൽ ഇവരുടെ കടുംപിടുത്തവും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവവും പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ കാരണമായേക്കാം. പങ്കാളിയെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഒഴിവാക്കിയാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കുന്നതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ തൃക്കേട്ടക്കാർ പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയറ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം, അതുപോലെ ചൂട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകാം, രക്തസമ്മർദ്ദം, അലർജി എന്നിവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണ രീതിയും അതുപോലെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയ്ക്കാനുള്ള വ്യായാമങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർ ശീലിക്കേണ്ടതാണ്. ഇനി തൃക്കേട്ട നക്ഷത്രക്കാരുടെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ജാതകത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഐശ്വര്യമൊക്കെ വരാൻ ചില ലളിതമായ വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ്. തൃക്കേട്ടയുടെ അധീന ദേവത ദേവേന്ദ്രൻ ആയതുകൊണ്ടും രാശ്യാധിപൻ ചൊവ്വ ആയതുകൊണ്ടും സുബ്രഹ്മണ്യ പ്രീതി വരുത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അതുപോലെ ബുധൻ്റെ ദോഷങ്ങളൊക്കെ മാറാൻ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. ഇനി വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേട്ടാലും മതി. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ വൃക്ഷം കാഞ്ഞിരമാണ്. ഈ മരത്തെ സംരക്ഷിക്കുന്നതും ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അല്പസമയം ചിലവഴിക്കുന്നതുമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകുന്നതാണ്. ചുരുക്കത്തിൽ പുറമേ കാണുന്ന കാഠിന്യത്തിന് പിന്നിൽ ദയയും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. സ്വന്തം ദേഷ്യത്തെയും ശാഠ്യത്തെയും ഒക്കെ അല്പം ഒന്ന് നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ ഇവർക്ക് തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് കരുതുന്നു. തൃക്കേട്ട നക്ഷത്രക്കാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.